നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ വമ്പൻ നീക്കവുമായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. 3D, അതായത് ഡിറ്റക്ട്, ഡിലീറ്റ്, ഡിപ്പോർട്ട്. കണ്ടെത്തുക, ഇല്ലാതാക്കുക, നാടുകടത്തുക. ഇതാണ് സുവേന്ദു മുൻപോട്ട് വെച്ചിരിക്കുന്ന ഉത്തരവ്. ഇനി അങ്ങോട്ട് വെസ്റ്റ് ബംഗാൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കും ഓപ്പറേഷനുകൾക്കുമാവും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വെറുതെയാണോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും 2.5 ലക്ഷത്തോളം വരുന്ന കേന്ദ്രസേന ഇവിടെ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്? ഇതൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം. രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന അനധികൃത ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി ഉടനടി നാടുകടത്താനാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പശ്ചിമ ബംഗാളിൽ ഡിറ്റക്ട്, ഡിലീറ്റ്, ഡിപ്പോർട്ട്, അതായത് കണ്ടെത്തുക, ഇല്ലാതാക്കുക, നാടുകടത്തുക നയം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി രംഗത്ത് വരുന്നത്. കൂടുതൽ ശക്തമായ നീക്കങ്ങളിലേക്കാണ് സംസ്ഥാനം കടന്നിരിക്കുന്നത്. കൂടാതെ സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമം ഔദ്യോഗികമായി നടപ്പിലാക്കി വിജ്ഞാപനം പുറത്തിറക്കി. തിരിച്ചറിയപ്പെടുന്ന നുഴഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് നേരിട്ട് BSFന് കൈമാറുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. CAA പ്രകാരം സംരക്ഷണമുള്ള അഭയാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വേലി കെട്ടുന്നതിനായി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന ചടങ്ങിൽ ദബന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസാരിക്കുകയായിരുന്നു സുവേന്ദു അധികാരി. കഴിഞ്ഞ വർഷം മെയ് 14-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക ഉത്തരവ് ബംഗാൾ സർക്കാരിന് അയച്ചിരുന്നു. എന്നാൽ ഈ നയം നടപ്പിലാക്കുന്നതിൽ തൃണമൂൽ സർക്കാർ പരാജയപ്പെട്ടു. നുഴഞ്ഞുകയറ്റക്കാരെ പറഞ്ഞയക്കാൻ മമതയ്ക്ക് അന്ന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ ഉത്തരവ് നടപ്പിലാക്കും. എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും അറസ്റ്റ് ചെയ്ത് BSFന് കൈമാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 2024 ഡിസംബർ 31-ന് മുമ്പ് ഇന്ത്യയിലെത്തിയ CAA പ്രകാരം സംരക്ഷിക്കപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭൂമി BSFന് ലഭിച്ചതോടെ അതിർത്തി വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട സ്തംഭനാവസ്ഥയ്ക്കും അവസാനമായി. 2024 ഡിസംബർ 31-ന് മുമ്പ് ഇന്ത്യയിലേക്ക് കടന്ന കുടിയേറ്റക്കാരെയും 2019-ലെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങൾ നിയമത്തിന്റെ പരിധിക്ക് പുറത്താണ്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിൽ ഇല്ലാതാക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ സുവേന്ദു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ചായിരിക്കാം പരാമർശിക്കുന്നതെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം കുടിയേറ്റക്കാരെ പോലീസ് ഇനി തിരിച്ചറിയാൻ തുടങ്ങുമെന്നും അവരെ BSFന് കൈമാറുമെന്നും അവരെ നാടുകടത്തുന്ന കാര്യം അതിർത്തി രക്ഷാ സേന ബംഗ്ലാദേശ് ഏറ്റെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. രേഖകൾ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം പൗരന്മാരെ മാത്രമേ തിരിച്ചെടുക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. 2024 ഡിസംബർ 31-ന് മുമ്പ് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനന്മാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ എന്നിവർക്കും CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാമെന്നാണ് ബംഗാളിലെ സർക്കാർ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ. പക്ഷേ ഇത് വലിയ ഒരു കോളിളക്കമാണ് ഇനി സംസ്ഥാനത്തുണ്ടാക്കാൻ പോകുന്നത്. തടങ്കലും നാടുകടത്തലും ഇനി തുടരും. അത് സമൂഹത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള നിയമവിരുദ്ധ കുടിയേറ്റം ബംഗാളിൽ ഒരു ശാശ്വത പ്രശ്നമായി തുടരുകയാണ്. പക്ഷേ മുസ്ലിം കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള പെട്ടെന്നുള്ള നടപടികൾ അന്തരീക്ഷത്തെ അസ്വസ്ഥമാക്കും എന്നും സർക്കാർ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സ്കൂളുകൾക്ക് പുറമെ സംസ്ഥാനത്തെ മദ്രസകളിലും വന്ദേ ഭാരതം നിർബന്ധമാക്കിയിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ സർക്കാർ. ഇനി മുതൽ ന്യൂനപക്ഷ കാര്യ മദ്രസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ അംഗീകൃത സ്ഥാപനങ്ങളിലും രാവിലെ അസംബ്ലികളിൽ വന്ദേ മാതരം മുഴുവനായി ആലപിക്കണം. ഒരാഴ്ച മുമ്പാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വന്ദേ മാതര പാരായണം നിർബന്ധമാക്കി നിർദ്ദേശം വന്നത്. മദ്രസ ഡയറക്ടറേറ്റ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പുതിയ ഉത്തരവ് പ്രകാരം എല്ലാ എയ്ഡഡ്, അൺഎയ്ഡഡ് മദ്രസകളിലും ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് വന്ദേ മാതരം മുഴുവനായും ആലപിക്കണം. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് ഈ ഉത്തരവുകൾ പുറത്തിറക്കിയത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ട സമയത്ത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ ഗാനം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഈ വർഷം പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വന്ദേ മാതരം
ദിനം വീണ്ടും രാഷ്ട്രീയ ചർച്ചയായിരുന്നു. ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ സ്ഥാനം നൽകി. തുടർന്ന് സർക്കാർ സ്കൂൾ പരിപാടികളിലെല്ലാം ദേശീയഗാനത്തോടൊപ്പം വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകളും ആലപിക്കുന്നത് നിർബന്ധമാക്കിയിരുന്നു. ഇത് വിവിധ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും പുതിയ ചർച്ചകൾക്കും തുടക്കമിട്ടു. ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ വന്ദേമാതരം ആലപിച്ചതും രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു. തമിഴ്നാട്ടിൽ വന്ദേമാതരം ആലപിച്ചതിന് മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ DMK രംഗത്തെത്തിയിരുന്നു. അതുപോലെ കേരളത്തിൽ വന്ദേമാതരം ആലപിച്ചതിനെയും ഇടതുപക്ഷ പാർട്ടികളും വിമർശിച്ചിരുന്നു. എന്നാൽ പരിപാടികളുടെ ക്രമം രാജ്ഭവൻ തീരുമാനിച്ചതായിരുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കിയത്. ഇനി ബംഗാളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ബംഗാളിൽ ഇനി അനധികൃത കുടിയേറ്റം കാരണം ബംഗാളിന്റെ ജനസംഖ്യാശാസ്ത്രം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് റാലികളിൽ ആവർത്തിച്ച് ആരോപിച്ചിരുന്നു ഈ ഒരു കാര്യം. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേന്ദ്രം കത്തയച്ച ഉടൻ ഹിമന്ത ബിശ്വ ശർമ്മയുടെ BJP നേതൃത്വത്തിലുള്ള അസം സർക്കാർ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തൽ ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതുവരെ അസം പോലീസ് 100 കണക്കിന് ബംഗ്ലാദേശി നിയമവിരുദ്ധരെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ അവരെ നാടുകടത്തുന്നതിന് മുമ്പ് പാലിക്കേണ്ട ഒരു നടപടിക്രമമുണ്ട്. സംസ്ഥാനത്തെ വിദേശികളുടെ ട്രൈബ്യൂണലുകൾ ഇതുവരെ നടപടിക്രമങ്ങൾ പാലിച്ചതിനു ശേഷം 50-ലധികം കുടിയേറ്റക്കാരെ നാടുകടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. മെയ് 12-ന് ഗുവാഹത്തിയിൽ നടന്ന ഹിമന്തയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത സുവേന്ദു ഹിമന്തയെ തന്റെ ജ്യേഷ്ഠനായി കണക്കാക്കുന്നുവെന്ന് പരിപാടിയോടൊപ്പം പറഞ്ഞിരുന്നു. അനധികൃത കുടിയേറ്റത്തിനെതിരെ അസം സ്വീകരിച്ച നടപടികൾ ബംഗാൾ പിന്തുടരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ബംഗ്ലാദേശ് അതിർത്തിയിൽ 27 കിലോമീറ്റർ വേലി സ്ഥാപിക്കുന്നതിനായി തങ്ങൾ ഭൂമി കൈമാറുകയാണെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. നമ്മുടെ അതിർത്തികൾ ശക്തിപ്പെടുത്തുന്നതിനായി BSF-നായി കുറച്ച് അതിർത്തി ഔട്ട്പോസ്റ്റുകളും മറ്റു ചില അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപിക്കുന്നതിനായി ഞങ്ങൾ ഭൂമി കൈമാറുകയാണ്. ബംഗ്ലാദേശുമായുള്ള ബംഗാളിന്റെ 2200 കിലോമീറ്റർ അതിർത്തിയിൽ 1600 കിലോമീറ്റർ നീളത്തിൽ വേലി സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ സർക്കാരിന് 555 കിലോമീറ്റർ വേലി കെട്ടാൻ ഭൂമി നൽകാമായിരുന്നു. പക്ഷെ അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാനും ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളെ പ്രീതിപ്പെടുത്താനും അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നു. ബംഗാളിൽ മാത്രമല്ല, രാജ്യമെമ്പാടും ദേശീയവിരുദ്ധ പ്രവർത്തനങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കും ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഉത്തരവാദികളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വേലി കെട്ടേണ്ടതിന്റെ ആവശ്യകത വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കാണ് ബംഗാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു തുടക്കം എന്നോണം എന്നാണ് ഈ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ സുവേന്ദു അധികാരി കൊണ്ടുവന്നിരിക്കുന്നത്.